ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ഞാനിവിടെ 1/2 കിലോ പരിപ്പാണ് എടുത്തേക്കണത്. അതിന് 1 കിലോ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉരുക്കി വരട്ടെ. പരിപ്പ് വേവിക്കാൻ ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 3 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. ഞാനിവിടെ 2 തേങ്ങയിൽ നിന്നാണ് പാലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് ആവശ്യത്തിന് നെയ്യിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പരിപ്പ് വേവിക്കാൻ ആവശ്യമായ കുക്കർ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പരിപ്പ് ഇട്ട് നേരത്തെ പിന്നെ വെച്ചിരിക്കുന്ന 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് കട്ടകൾ കളഞ്ഞെടുക്കാം. കട്ടകളെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കര നീര് ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കാം. ശർക്കര നീരെല്ലാം ഒഴിച്ചു കൊടുത്ത് പരിപ്പുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല സ്വാദ് കൂടാൻ വേണ്ടി കുറച്ച് ഏലക്കയും 1 കഷ്ണം ചുക്കും അല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏലക്ക നന്നായിട്ട് പൊടിയാൻ വേണ്ടിയാണ് പഞ്ചസാര ഇടുന്നത്. ഏലക്കെല്ലാം നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടി, മുന്തിരി, എള്ള് എല്ലാം വറുത്തിടാം. അതിനൊരു പാൻ വെച്ചിട്ട് നെയ്യ് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് കിസ്മിസ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കശുവണ്ടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ കൊത്തുകളിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1-ാം പാൽ ഈ പായസത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. പിന്നെ തിളക്കണ്ട. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.